ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളകാപ്പാണ്. പാപ്പൻ്റെ മോൻ്റെ ഭാര്യയുടെ വളകാപ്പാണ്. നമ്മൾ വീടിന് തൊട്ടടുത്താണ്. സത്യം പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയങ്കര സന്തോഷവും ഇതുമെല്ലാം തരുന്നൊരു നിമിഷമാണ്. നമുക്ക് നമ്മളൊരു അമ്മയാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു നിമിഷമാണ്. അതിപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ നടത്തുക ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അങ്ങനെ നടത്താൻ കഴിഞ്ഞിട്ടില്ലാത്തവരൊക്കെ ഉണ്ട്. ഇല്ലാത്തവരൊക്കെ അതൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഇതിപ്പോൾ 7 മാസമായിട്ടുണ്ട്. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ അതൊക്കെയല്ല, നമ്മൾ ചെറിയൊരു ചടങ്ങ് പോലെയാണ് വെക്കുന്നത്. ഈ ചേച്ചിയുടെ പേരാണ് ലീന. നമ്മളിങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. ചെറുതായിട്ടാണ് നടത്തുന്നത്, ഭയങ്കര ഗ്രാൻഡൊന്നുമല്ല. കുറച്ച് പേരാണ്. ഇതാണ് ഭർത്താവ്, അപ്പേട്ടൻ, അത് അച്ഛൻ, അമ്മ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചന്ദനമൊക്കെ തൊട്ട് ഇങ്ങനെ 2 സൈഡും തൂത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അത് പതിയെ ചെറുതായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ. എന്നിട്ട് വളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ചിലർക്ക് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരമ്മയാകുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലാണ്. നമ്മൾ സാധാരണ പ്രവർത്തിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. നമ്മുടെ മൈൻഡ് തന്നെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ബോഡിയിൽ, മൈൻഡിൽ ഒക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ എനിക്കൊരു മോളുണ്ട്. ഇതിപ്പോൾ 1 വയസ്സായിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന ഓരോ നിമിഷങ്ങളാണ്. ഇത് ഏട്ടൻ്റെ അച്ഛനും അമ്മയുമാണ്. എല്ലാവരും മധുരമൊക്കെ കൊടുത്ത് വളയൊക്കെ ഇട്ട് ഇതിപ്പം മൊത്തം എല്ലാവരും തന്നെ ആരും തന്നെ ഒന്നും നോക്കില്ല. എല്ലാവരും 7 മാസം ആകുമ്പോൾ ഈ ഒരു ചടങ്ങ് നടത്തും. ഇപ്പം അങ്ങനെ ആരും ഒഴിവാക്കില്ല. സാധാരണ ഇപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാവരും ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ പണ്ടുള്ളവരൊന്നും ഇങ്ങനത്തെ ചടങ്ങൊന്നും അങ്ങനൊന്നും ചെയ്യില്ലായിരുന്നു. അവർക്കങ്ങനൊന്നും ഇതിനുള്ള ഒരു ഇതില്ലായിരുന്നു. ഇപ്പോഴാണ് എല്ലാവരും അങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. പിന്നെ നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് ഓർത്തിരിക്കാൻ ഒരു മെമ്മറബിൾ മൊമെൻ്റ് പോലെ അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു സമയമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഏച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു പാവമാണ്. വളയൊക്കെ ഇട്ടിട്ട് കയറുന്നില്ല, ഇടാൻ പറ്റാഞ്ഞിട്ട് തന്നെ കയറ്റിയിടുന്നുണ്ട്. ഇത് ചേച്ചിയും ചേച്ചിയുടെ മക്കളൊക്കെയാണ്. ഇത് അമ്മയാണ്. എല്ലാവരും തന്നെ നമ്മൾ ലേഡീസിൻ്റെ ഒരു ചടങ്ങാണല്ലോ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ. പിന്നെ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചെറിയൊരു സങ്കടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
ഇത് കഴിഞ്ഞിട്ടില്ല, നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. എനിക്കൊന്നും ഇങ്ങനത്തെ ചടങ്ങ് ചെയ്തിട്ട് പോലുമില്ല. ഇത് ചേച്ചിയുടെ അമ്മയാണ്. പിന്നെ ഒരു സ്പെഷ്യൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളകാപ്പിൻ്റെ അന്ന് തന്നെയായിരുന്നു ചേച്ചിയുടെ പിറന്നാൾ. അത് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതുകൊണ്ട് കുറച്ചുകൂടെ കുറച്ചുകൂടെ അടിപൊളിയാവും. അതിനുശേഷം നമ്മൾ 12:30 മുന്നേ നമ്മൾ ഇറങ്ങണമായിരുന്നു. അപ്പോൾ അതിനുള്ള ചടങ്ങ് നമ്മൾ ചെയ്യാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാണ്. വിളക്കൊക്കെ വെച്ച് വെറ്റില, കിണ്ടി, അടയ്ക്ക അതൊക്കെ വെച്ച് പൂവൊക്കെ വെച്ച് നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ മൂത്തവർക്ക് ദക്ഷിണ കൊടുത്തിട്ട് പോവാം. ഇത് പോകുന്ന സമയമായപ്പോഴത്തേക്ക് അച്ഛന് ദക്ഷിണ കൊടുത്തിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും കരഞ്ഞു പോയിട്ടോ. ഭയങ്കരമായിട്ട് വിഷമമായിപ്പോൾ. അച്ഛനും കരഞ്ഞു, ഏട്ടനും കരഞ്ഞു, എല്ലാവരും കരഞ്ഞു പോയി. കണ്ടുവന്നപ്പോൾ നമ്മൾ തന്നെ കരഞ്ഞു പോയി. വല്ലാത്തൊരു ഇതായിരുന്നു. കാരണം നമ്മൾ അതുപോലെ നിന്നിട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇത് പിന്നെ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ കുനിഞ്ഞ് കളിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന. പിന്നെ ഈ ദക്ഷിണ എല്ലാം കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കാതെ അങ്ങനെ ഇറങ്ങണം. അതാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എല്ലാവരോടും നേരത്തെ യാത്രയൊക്കെ പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ തിരിഞ്ഞു നോക്കാണ്ട് ഇറങ്ങി പോകുമ്പം നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു വിഷമമായിരിക്കും ഉള്ളിൽ. ചേച്ചി നിന്ന് കരയാട്ടോ. ഭയങ്കര വിഷമം പോകുമ്പോഴത്തേക്കും. നമ്മുടെ വീട്ടിലുള്ള എല്ലാ മുതിർന്നവർക്കും നമ്മൾ ദക്ഷിണ വെച്ചിട്ട് ഇനി ഇവിടെ ചുറ്റിയിട്ട് നമ്മളങ്ങ് ഇറങ്ങും. ഇനി തിരിഞ്ഞു നോക്കാണ്ട് അങ്ങ് പോകണം. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ സമയമൊക്കെ നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12:30 മുന്നായിട്ട് ഇറങ്ങണം എന്നായിരുന്നു. അപ്പം 12:30 മുന്നേ നമ്മൾ ഇത് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വലം വെച്ച് നമ്മൾ ഇറങ്ങുകയാണ്. അച്ഛനും അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ പൊന്നു പോലെയാണ് നോക്കുന്നത്. അത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട